ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഇനൂസിൻ്റെ വീട്ടിലാണ്. കുറേയായി ഇനൂസിൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ അവിടെ വന്നതാണ്. കൂടെ ഐതോട്ടനും ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, മാമ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒന്ന് ബീച്ചിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ പിള്ളേരെല്ലാവരും ജേഴ്സി കുപ്പായാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വരുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വെള്ളത്തിലൊന്നും കളിക്കൂലല്ലോ നമ്മൾ. അങ്ങനെ 3 എണ്ണം കൈ പിടിച്ചിട്ടൊക്കെ നടക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മഞ്ഞ കളർ പൂക്കുണ്ട്. പിന്നെ പൂവൊന്നും കണ്ടതിന് പിന്നെ പറിക്കാണ്ട് ബർത്ത് വിടില്ലല്ലോ. അങ്ങനെ പറിച്ച് കഴിഞ്ഞ് കുറച്ച് നടക്കുമ്പോഴത്തേക്കും ഐതോട്ടനെ കൈയും ബാക്കി കെട്ടി പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ ഒറ്റയ്ക്ക് നടന്നു. എൻ്റെ കയ്യിൽ ഫ്ലവർ കണ്ടപ്പോൾ ഓളെ അത് പഠിച്ചിട്ട് പോയിട്ട് ന്യൂസ്. പിന്നെ നമ്മൾ ബീച്ചിലെത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആയി ബീച്ചിൽ വന്നിട്ട്. എന്തായാലും എല്ലാവരും കൂടി വരുമ്പോൾ വേറൊരു രസമാണല്ലോ. ബീച്ച് കണ്ടത് 2 എണ്ണം ഒറ്റയ്ക്കീനോട്ടം. പിന്നെ നമ്മൾ പാറൊക്കെ കടന്നിട്ട് ഇരുന്നപ്പോൾ ഉമ്മച്ചി എല്ലാവരും പറഞ്ഞു ഫോട്ടോ എടുക്കണം 3 ആൾ ഒന്നിച്ചിട്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കഴിയുമ്പോൾ ഞാൻ കാട്ടിൽ നിന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു, ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഹോൾസൊക്കെ കണ്ട് നമ്മൾ ആരായാലും ഒന്ന് ഇതാക്കി പോകും കേട്ടോ. പിന്നെ പിള്ളേർ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ മണ്ണിൽ ചെയ്യാൻ തുടങ്ങി. മണ്ണിൽ കളിച്ചതിന് ശേഷം വെള്ളത്തിൽ കീയത്തില്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ വെറുതെ ചെരുപ്പം കഴിച്ച് ഇങ്ങനെ നടക്കാൻ വിചാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല മണ്ണാണല്ലോ അടുത്ത്. അപ്പോഴാണ് ഇങ്ങനെ ആക്കുന്നത് കണ്ടത്. ഇതെന്ത് സാധനമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഓരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മല ആക്കും, അങ്ങനെ ആക്കുമെന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ കൂട്ടിയിട്ട് തന്നെ ഏതായാലും വെള്ളത്തിൽ ജസ്റ്റ് കാലിൽ വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ആൾ പിന്നെ മണ്ണിൽ കളിക്കത്തില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അടുത്ത് പോകും, പക്ഷെ പേടിയാണ്. തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ. വെള്ളം എടുത്താണെങ്കിൽ ഓനവിടെ പോകും, പിന്നെ വെള്ളം കണ്ട തിരിച്ചോളും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പം എന്തായാലും ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കും, വെള്ളം വരുന്നാണ്ട് തിരിച്ചു പോകും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നല്ല കാറ്റൊക്കെ വന്ന് നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. പിന്നെ ഉമ്മച്ചി ഓറൽ കുറേ സൊറ പറഞ്ഞിരിക്കായിരുന്നു. ഒരുത്തനാണെങ്കിൽ അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന് മറ്റേോടുന്ന് മറിച്ചോടുന്ന്. ഇവരെ കാത്തുനിന്ന് പക്ഷേ ഇവരെന്നെ കൂട്ടാൻ ഒറ്റ വെള്ളത്തിൽ കീഴിലിട്ടോ. അതിനിപ്പോൾ ഓടുന്നില്ല, ഞാൻ പിറകെ ഓടിയാൽ ഞാൻ പുളിസിൽ പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ വെള്ളം കണ്ട ഇങ്ങോട്ടേക്ക് തിരിച്ചോടും. ഞങ്ങൾ പറക്കില്ല, വെള്ളം കണ്ട് ഇങ്ങോട്ട് തിരിച്ചോടണം. അപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ആക്ക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ വെള്ളത്തിൽ കീയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചാൽ ഞാനും കീഴേക്കാന്ന്. അങ്ങനെ നമ്മൾ കീഞ്ഞു. ഞാൻ ബാഗി പാൻറ് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് കീയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് ഈ ബാഗി പാൻറ് എന്ന് പറയുന്നത്. ഞാൻ കീയുമ്പോൾ തന്നെ ന്യൂസ് ആകെ ഫുള്ളായിട്ട് നന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അബ്ദുൾ ചെറുങ്ങനെ കാലേ നന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതാ കാക്ക പറക്കുന്നുണ്ടായിരുന്നു. കാക്കയാണ് ഞാൻ കണ്ടപ്പോൾ. കാക്കയും വേറൊരു കൊച്ചയാവടുത്തെന്തോ സാധനമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചതിന് വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നെ വെള്ളത്തിൽ കളിക്കാനായി തലയിൽ മണ്ണായി, പിന്നെ മേത്ത് ഫുള്ള് മണ്ണായി. ഇനസിന് വീഡിയോ എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. ഞാൻ തന്നെ ആകെ നെട്ടിപ്പോയിട്ടോ അവൾ വെള്ളത്തിൽ വീണപ്പോൾ. പിന്നെ വെള്ളത്തിൽ വീണപ്പോൾ ഞാനും ഫുള്ളായിട്ട് തന്നെ. പിന്നെ ഞാനും അങ്ങനെ വെള്ളത്തിൽ കയറാൻ തുടങ്ങി. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ തന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടുന്ന് കുറച്ച് നടന്നാൽ തന്നെ നമ്മുടെ വീടെത്തും. അതുകൊണ്ട് തന്നെ കടലിലേക്ക് കൂടി നടന്നു. അപ്പാണ് കുറേ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് പോലും അറിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് സമയം ഓരോട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം വൈകുന്നേരം പാങ്ക് കൊടുക്കാനാവാനിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടലിന് ഇവിടത്തേക്ക് കയറി, റോഡുമ്പിലേക്ക് കയറി. ഇനി കുറച്ചും കൂടി നടന്ന് നമ്മുടെ വീടെത്തും. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട് ഈ ഒരു സാധനം കണ്ടത്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് പറിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ. നടന്ന് വന്നപ്പോൾ നല്ലോണം ദാഹിച്ചു. അങ്ങനെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഓക്കെ ബൈ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും കമൻറ്റ് ആക്കാനൊന്നും മറക്കണ്ട. ആൻഡ് എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ.